സുഹൃത്തുക്കളെ ടെക് പിടിക്കലിൻ്റെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പിന് അതിൽ ഒരുപാട് ഫീച്ചറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീച്ചറുണ്ട്. പക്ഷേ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ വാട്സപ്പിൽ ലാക്ക് ചെയ്യുന്നു. അതായത് നമുക്കിപ്പം ഫ്രണ്ട്സ് കാണുമായിരിക്കും, അതായത് നമ്മൾ മലയാളീസ് അല്ല ഇംഗ്ലീഷ് പറയുന്ന ഫ്രണ്ട്സ് കാണും, ഹിന്ദി പറയുന്ന ഫ്രണ്ട്സൊക്കെ കാണും. അപ്പം കോമൺ ആയിട്ട് ലാംഗ്വേജ് ഷെയർ ചെയ്യാത്ത അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ നമുക്ക് കാണും. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വാട്സപ്പിലൊരു ഓപ്ഷൻ വാട്സപ്പിൽ ബിൽറ്റിൻ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഇംഗ്ലീഷിൽ വരുന്ന മെസ്സേജ് എങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കീബോർഡാണ് ഗൂഗിൾ ബോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജി ബോർഡ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോണിൽ ജി ബോർഡ് അല്ലെങ്കിൽ ഗൂഗിൾ ഇൻഡിക് കീബോർഡ് അല്ല എന്നുണ്ടെങ്കിൽ അതാദ്യം ഡൗൺലോഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ട്രിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു വാട്സപ്പിൽ വരുന്ന ഒരു ഇംഗ്ലീഷ് മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ മെസ്സേജ് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം വാട്സപ്പിൻ്റെ മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഗൂഗിൾ കീബോർഡ് ടൈപ്പ് ചെയ്യാനായിട്ട് ലെറ്റേഴ്സ് കാണാം. അവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു ആരോ കാണാം. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഐക്കൺ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെലക്ട് ചെയ്ത, നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മെസ്സേജിൽ നമ്മൾ എന്താണോ കോപ്പി ചെയ്ത ആ മെസ്സേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഓൾറെഡി നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കീബോർഡ് മറ്റേ ഡിറ്റക്ട് ചെയ്യും ലാംഗ്വേജ് ഏതാണ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറേ അധികം ലാംഗ്വേജുകളുണ്ട്. ഏത് ലാംഗ്വേജ്, മലയാളത്തിൽ തന്നെ നല്ല ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോപ്പി ചെയ്ത മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനേക്കാളും ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്ന ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന 3 ഓപ്ഷൻസും എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിലേക്ക് പോയി കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ചെറിയൊരു ഐക്കൺ, ഒരു സർക്കിൾ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ആ ഒരു സർക്കിൾ ഐക്കണിൽ നോട്ടിഫിക്കേഷൻ പോലെ ടാബിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വാട്സപ്പിൽ ട്രാൻസ്ലേറ്റിംഗ് വരുന്ന അന്യഭാഷകൾ, അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ബൈ.